ഈ വെട്ടി തിളയ്ക്കുന്ന ഉണ്ണിയപ്പം കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി എടുത്തുകൊണ്ട് വന്ന് ഇടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തതായത്. അപ്പോൾ എങ്ങനെയാ നോക്കല്ലേ, ഓൾറെഡി ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് ഞാൻ 6 മണിക്കൂർ കുതിക്കാൻ വെച്ചു. എന്നിട്ട് 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു മിക്സി എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായുടെ അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിങ്ങെടുത്തു. എന്നിട്ട് ഈ അരച്ചു വെച്ചേക്കുന്ന അരി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട്, എന്നിട്ട് ഒരു പഴം കൂടെ അരച്ചതും പിന്നെ ചക്കര പാനി ആക്കിയതും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒരു 5-6 മണിക്കൂർ ഇത് പുളിപ്പിക്കാനായിട്ട് വെച്ചു. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ഇടണം. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇത് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ച് ഉണ്ണിയപ്പം നമ്മൾ ചുട്ട് എടുക്കണം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കാണാൻ ഭംഗി മാത്രമേ ഉള്ളൂ, കഴിക്കാൻ കൊള്ളൂല്ലായിരുന്നു. കാരണം മധുരവും ഇല്ല, അതേപോലെ തന്നെ ഭയങ്കര ഹാർഡുമായിരുന്നു. എവിടെ എങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല.